സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഒരു സ്കൂളിൽ ആർത്തവ പരിശോധന. സംഭവം വേറെ എവിടെയുമല്ല, അങ്ങ് മഹാരാഷ്ട്രയിലെ ഒരു സ്കൂളിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. കുളിമുറിയിൽ രക്തക്കറ കണ്ടതിനെ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. സ്കൂളിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികളിലാണ് ഇവർ പരിശോധന നടത്തിയത്. ഇതിനു നേതൃത്വം വഹിച്ചത് സ്കൂളിലെ പ്രിൻസിപ്പളും പ്യൂണുമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഈ കാര്യം അറിഞ്ഞതോടെ മാതാപിതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട്. സ്കൂളിൽ എത്തി പ്രതിഷേധ പ്രകടനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഇവർ. സംഭവം പുറത്തറിഞ്ഞതോടെ പോലീസിനും സ്കൂൾ മാനേജ്മെന്റിനും പരാതി നൽകിയിരിക്കുകയാണ് മാതാപിതാക്കൾ. സ്കൂൾ പ്രിൻസിപ്പൽ, പ്യൂൺ, 2 അധ്യാപകർ എന്നിവർക്കെതിരെ പോസ്കോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി മഹാരാഷ്ട്ര പോലീസ് അറിയിച്ചു. അന്വേഷണം നടന്നുവരുന്നതായും ഇവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിൽ പേവിഷബാധ മൂലം കൊല്ലത്തിൽ 5700 മരണം നടക്കുന്നതായി റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. 2030 ആവുമ്പോഴേക്കും റാബിസ് മരണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ദൗത്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ലക്ഷ്യം. 2027 നടക്കാൻ പോകുന്ന സെൻസസ് ഫുള്ളി ഡിജിറ്റൽ ആകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിനുവേണ്ടി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് ഡാറ്റ കളക്ഷൻ നടത്തുക. ജനങ്ങൾക്കും സെൻസസുമായുള്ള വിവരങ്ങൾ കൈമാറാനാകും. ഇതിനുവേണ്ടി പ്രത്യേക പോർട്ടലുകൾ സജ്ജീകരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുക. സെൻസസ് നടത്തുന്ന ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഇതിൽ ഉൾപ്പെടുത്തുന്നു. ആദ്യഘട്ടം 2026 ഏപ്രിൽ ആരംഭിക്കും. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.